രൂപേഷ്, ആക്ഷൻ കൗൺസിൽ പ്രതി രൂപേഷ് നമുക്ക് പറഞ്ഞു. രൂപേഷ്, ഈ സെബാസ്റ്റ്യൻ്റെ കുറ്റകൃത്യം അത് അതിക്രൂരമാണ് എന്ന കാര്യം നേരത്തെ ക്രൈംബ്രാഞ്ച് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഈ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയത് 1.5 ലക്ഷം രൂപ കൈക്കലെടുക്കാനാണ്. കാരണം ഈ സ്ഥലത്തിന് കിട്ടിയ അഡ്വാൻസ് മാത്രമല്ല, കൊലപ്പെടുത്തിയ രീതിയും ക്രൈംബ്രാഞ്ച് വിശദീകരിക്കുന്നുണ്ട്. ഇനി ഈ അന്വേഷണ സംഘത്തിൻ്റെ തുടർ നീക്കങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോഴും വ്യക്തത വരാത്ത നിരവധി കേസുകളുണ്ടല്ലോ, ഐഷ കേസ് അടക്കം നിരവധി കേസുകളുണ്ട്. ഈ കേസുകളിലൊക്കെ ഇതോടുകൂടി ഒരു വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മൾക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോഴും നമ്മൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതില് സെബാസ്റ്റ്യനോടൊപ്പം ഇപ്പം ആദ്യഘട്ടത്തിൽ ഭൂമി മറിച്ചു വിറ്റതടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുപേരെ പ്രതി ചേർത്തു. അതില് ഒരു ഭൂമാഫിയയുടെ ബന്ധമുണ്ട്. അപ്പം അതുകൂടി പുറത്തു വരേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാര്യം സെബാസ്റ്റ്യന് സഹായം ചെയ്തു കൊടുത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇടനിലക്കാരായി നിന്ന ആളുകളുമുണ്ട്. അപ്പൊ അവരെയൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുവരണം. ഈ കേസ് ആദ്യഘട്ടത്തിൽ അട്ടിമറിച്ച് ഇത്രയും വർഷം ഇതൊക്കെ പുറത്തു കൊണ്ടുവരാൻ ആദ്യഘട്ടത്തിൽ സാധിക്കുമായിരുന്നു. പക്ഷെ അന്ന് കൊലക്കുറ്റം ചുമത്തുവാനോ കൂടുതൽ അന്വേഷണ തലത്തിലേക്ക് പോകുവാനോ അന്നത്തെ അന്വേഷണ സംഘം തയ്യാറായില്ല. അതിന്റെ ഫലമായിട്ടാണ് ഈ കേസുകളൊക്കെ അട്ടിമറിക്കപ്പെട്ടത്. വീണ്ടും കുറെ ജീവനുകൾ കൂടി ഇല്ലാണ്ടാകുവാനായിട്ടുള്ള കാരണത്തിലേക്ക് വന്നതും സെബാസ്റ്റ്യന് സഹായമായതും ഒക്കെ ഈ ആദ്യഘട്ടത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ, അത് SP-യും DYSP-യും അടക്കമുള്ള ആളുകൾ ഇത് അട്ടിമറിക്കാൻ നേതൃത്വം കൊടുത്തതും തെളിവ് നശിപ്പിക്കുന്നതിന് സെബാസ്റ്റ്യന് സഹായം ചെയ്തു കൊടുത്തതും സെബാസ്റ്റ്യന് കൃത്യമായ ട്രെയിനിങ് കൊടുത്തതും അടക്കമുള്ള കാരണങ്ങളുണ്ട്. കാര്യം സെബാസ്റ്റ്യനിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാത്തത് സെബാസ്റ്റ്യന് ഈ ഉദ്യോഗസ്ഥർ തന്നെ ട്രെയിനിങ് കൃത്യമായി കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോഴും സെബാസ്റ്റ്യന്റെ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുള്ളൂ. ഇത്രയും വർഷങ്ങളെടുത്തു ഇതൊക്കെ പുറത്തു കൊണ്ടുവരുവാനായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് കുറ്റക്കാരാണ്. ഇതിന്റെ അകത്ത് തെളിവ് നശിപ്പിക്കുന്നതിലടക്കം കേസന്വേഷണം അട്ടിമറിക്കുന്നതിലടക്കം ഈ പ്രതിക്ക് സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളത് അത് ഗുരുതരമായ തെറ്റാണ്. അവരെ കൂടി ഇതിന്റെ ഭാഗമായി കൊണ്ടുവരണം, അതിൽ പ്രതി ചേർക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾക്ക് ഇതില് ഈ കൊലക്കുറ്റം ചുമത്തിയത് ഞങ്ങൾ ആദ്യം തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്, കൊലക്കുറ്റം ചുമത്തണം എന്നുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ അന്വേഷണ സംഘം വളരെ കൃത്യമായ രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഇവരെ കൂടി ഇതിലേക്ക് കൊണ്ടുവരണം. കാര്യം ഇതിൽ കുറ്റകൃത്യത്തിൽ ഏതൊക്കെ തലങ്ങളിൽ ആരൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, ഈ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്, അവരെ എല്ലാം കൊണ്ടുവരണം. പിന്നെ ഉള്ളത് ഐഷ കേസുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. കുറച്ചുപേരെയൊക്കെ ഇപ്പൊ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ മൊഴികളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഐഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തലങ്ങളിലേക്ക് പോകണം. റോസമ്മ അടക്കമുള്ള ആളുകളുണ്ട്. അപ്പോ ഈ ഇടക്ക് നിൽക്കുന്ന ആളുകൾക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയാം. ഈ കൊലക്ക് സെബാസ്റ്റ്യൻ ഒറ്റക്കായിരിക്കും ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. കാര്യം ഒറ്റക്കയാള് ഇതെല്ലാം തെളിവ് നശിപ്പിക്കുന്നതിലടക്കം അതിവിദഗ്ധമായിട്ട് പുള്ളി തന്നെ നേരിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഇത് പുറത്തു വരാത്തതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. പക്ഷെ ഇതിനകത്ത് ഇടനിലക്കാരായി നിന്ന ആളുകളെ പ്രതി ചേർക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ആ തലങ്ങളിലേക്ക് അന്വേഷണ സംഘം പോകണം. സെബാസ്റ്റ്യനിലേക്ക് മാത്രം ഇത് കേന്ദ്രീകരിച്ച് ഇതെല്ലാം ക്ലോസ് ചെയ്യാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ തന്നെയാണ് ഇതിന്റെ അകത്ത് ഒന്നാമത്തെ കുറ്റവാളിയെങ്കിലും ഇതിനോടൊപ്പം കൂട്ടുനിന്ന ആളുകളെ കൂടി ഇതിന്റെ അകത്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ രൂപേഷ്, ഒരു ഇടവേള. ഈ കേസിന്റെ അന്വേഷണം ഇത് മാധ്യമങ്ങളിലൊക്കെ വന്നു തുടങ്ങിയ സമയത്തിന് ശേഷവും സെബാസ്റ്റ്യൻ ഒന്നും തുറന്നു പറയുന്നില്ല എന്നൊരു ഘട്ടം ഉണ്ടായിരുന്നല്ലോ. പോലീസ് ഇതുവരെയും മാധ്യമങ്ങളെ കണ്ട ഈ കാര്യങ്ങൾ വ്യക്തമായി എന്താണ് ഈ കേസും ഈ തിരോധാനങ്ങൾക്കും പിന്നിൽ എന്ന് വ്യക്തത വരുത്തിയിട്ടുമില്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി ഉണ്ടോ? അത് ആ ഫുൾ സിംഗിലേക്ക് തന്നെ അന്വേഷണം എത്തിയിട്ടുണ്ടോ? സെബാസ്റ്റ്യൻ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം ഇത്രയും നീണ്ട കാലയളവ് സെബാസ്റ്റ്യൻ ജയിലിൽ കിടന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഭൂമി തട്ടിപ്പും അടക്കമുള്ള കാര്യങ്ങൾ, ഫോർജറി അടക്കമുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങി അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. പക്ഷെ ഇത്രയും നീണ്ട ഒരു കാലയളവും ജൈനമ്മ കേസിൽ കുറെ അധികം തെളിവുകൾ ലഭിച്ചതും അത് കോട്ടയം ടീമാണ് അത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോയത്. അതൊക്കെ ചിലപ്പോൾ സെബാസ്റ്റ്യനിൽ ഒരു ചിന്ത ഉണർത്തി കാണണം. പക്ഷെ അന്വേഷണം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ജൈനമ്മ കേസിൽ നമുക്ക് രക്തസാമ്പിൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷെ ഇതിനെല്ലാം കണക്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് DNA പരിശോധന ഫലം പുറത്തു വരണം. അത് അടിയന്തരമായിട്ട് അതിന്റെ റിസൾട്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഇടപെടണം. കാര്യം ഇവരിൽ ആരാണ് ഇനി നമുക്ക് അറിയാനുള്ളത്, ഈ അസ്ഥിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ അസ്ഥികഷ്ണങ്ങൾ ആരാണ്? അത് ഐഷയുടെ ആണോ, ബിന്ദുവിന്റെ ആണോ, അതോ ജൈനമ്മയുടെ ആണോ? ഇപ്പൊ കൂത്താട്ടുകുളം കേസ് ന്യൂസ് 18 തന്നെ പുറത്തുവിട്ടതാണ്. ഇനി ഏലിയാമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ ആണോ? ഇതെല്ലാം സെബാസ്റ്റ്യനുമായി കണക്റ്റിംഗ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും DNA ഫലത്തെ ആശ്രയിച്ചായിരിക്കും ഇനി അന്വേഷണ സംഘത്തിന് പോലും മുന്നോട്ട് പോകാൻ സാധിക്കുക. കാര്യം ഇവരിൽ ആരെങ്കിലും അല്ല, മറ്റൊരു സ്ത്രീ ആണെങ്കിൽ അതിലേക്കും അന്വേഷണം അങ്ങോട്ടും പോകേണ്ട തലത്തിലേക്ക് പോകും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതും അടിയന്തരമായിട്ട് പുറത്തു വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.
വളരെ നന്ദി രൂപേഷ് പ്രതികരിച്ചതിന്. ശരണ്യ തുടരുന്നുണ്ട്. ശരണ്യ, ഇനി ഈ ഫോറൻസിക് പരിശോധനാ ഫലത്തിൻ്റെ പുറത്തുവരവാണോ ഈ കേസിൻ്റെ തുടർന്ന് ശാസ്ത്രീയ ഫലങ്ങൾ പ്രധാനപ്പെട്ടതാണല്ലോ കേസിൽ അടുത്തൊരു നീക്കമായി മാറുക? അതുവരേക്കും സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലുണ്ടാവും. മറ്റ് തെളിവെടുപ്പ് നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നിലവിൽ ആയിഷ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചാർജ് കൊടുത്തിട്ടില്ല. കാരണം ചാർജ് അല്ല, അതിനകത്ത് ആ വകുപ്പുകൾ മാറ്റേണ്ടതുണ്ട്. കാരണം ഇത് പിന്നെ KP ആക്ട് 57 പ്രകാരമുള്ള കേസാണ് ഈ ആയിഷ കേസിനകത്ത് വന്നിരിക്കുന്നത്. അതായത് മിസ്സിംഗ് കേസാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. തിരോധാനത്തിൽ നിന്ന് മാറ്റിയിട്ട് അത് കൊലപാതകത്തിലേക്ക് പോകണം. ഇപ്പോൾ ആയിഷ കേസിൽ ഇയാളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എന്ത് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് കൃത്യമായി ഇതുണ്ട്, അതായത് ധാരണയുണ്ട്. ആയിഷ കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ ഇൻവോൾവ് ആണെന്നും സെബാസ്റ്റ്യൻ അതിനകത്ത് പങ്കുണ്ടെന്നും ഉള്ളത് അവർക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത് ഇയാളെ എന്തായാലും 90 ദിവസത്തേക്ക് റിമാൻഡിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ആയിഷ കേസ് കൂടി വരുന്ന ഘട്ടത്തിൽ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അതുകൂടെ ആ വകുപ്പുകൾ കൂടി ചേർത്ത് ആയിഷ കേസിൽ ഇപ്പോൾ നിർണായകമായി അവർക്ക് പല വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ചേർത്തല പോലീസിന്റെ നേതൃത്വത്തിലുള്ള ലോക്കൽ പോലീസിന്റെ 9 അംഗ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമാണ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആയിഷ കേസിൽ കൂടി ഇയാൾക്ക് 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ വീണ്ടും ആയിഷ കേസിൽ കൂടി ഇയാളെ കസ്റ്റഡിയിലേക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്.